എവിടെയായിരുന്നു എൻ്റെ മക്കൾസെ? എത്ര നാളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ? അപ്പൊ ഇന്ന് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പരിപാടികളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ദാ ഇഡലി ആയിരുന്നു, സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നു. രാവിലെ അപ്പം ഇഡലി സാമ്പാറുമാണ് ഇന്നത്തേത്. ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചപ്പോ എൻ്റെ ഫാൻസുകാരും സമ്മതിക്കുന്നില്ല. എന്താ വീഡിയോ ഇടാത്തത്, എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചത് കാരണം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയേക്കാന്ന്. എന്റെ സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം പോയി. അതാണ് സത്യം പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാത്ത കേട്ടോ. സ്റ്റിക്ക് മൊത്തത്തിലൊന്ന് സ്റ്റക്കായിട്ടിരിക്കുവാ. എന്താന്നറിയില്ല, അതങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല. ഇനിയിപ്പോ ഞാൻ വേറൊരെണ്ണം ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വരണം. എന്നാലേ ആദ്യം മുതലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഫോണും പിടിച്ചോണ്ട് എടുക്കുന്നത് ഭയങ്കര റിസ്കി പരിപാടിയാണ്. പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഇന്ന് തൽക്കാലം എടുത്തിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇന്ന് മൂത്തയാൾക്ക് ഇന്ന് സ്കൂളിലൊന്നും പോകണ്ട, അവർക്ക് അവധിയാണല്ലോ. പക്ഷെ എന്റെ കുഞ്ഞിപ്പെണ്ണിന് ഇന്ന് അംഗനവാടിയുണ്ട്. അപ്പൊ അവളെ ഞാൻ വിടണം. പിന്നെ അച്ചാച്ചന് ജോലിയുണ്ട്. അപ്പൊ അച്ചാച്ചന് ഇന്ന് ചോറൊക്കെ കൊണ്ടുപോയി കൊണ്ടു കൊടുക്കുമല്ല, കൊണ്ടുപോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോറ് എടുക്കുവാണ്. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല. ഇന്ന് ഷുട്ടാപ്പി സ്കൂളില്ലാത്ത കാരണം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ഉള്ള കറിയൊക്കെ കൂട്ടി ഇന്ന് ചോറ് കൊടുത്തു വിടാന്ന് വിചാരിച്ചു. അവർ 2-3 പേരെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കാരണം എല്ലാവരുടെയും കൂടെ കറിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതാണ്. അത്യാവശ്യം കറികളൊക്കെ ആയിക്കോളും. അപ്പൊ ഇന്ന് മുട്ടയും പൊരിച്ച് ചമ്മന്തിയുണ്ട്. പിന്നെ സാമ്പാർ ഞാൻ വേറെ പാത്രത്തിലാണ് എടുക്കുന്നത്. പിന്നെ അച്ചാറും കൂടെ വെച്ചിട്ട് നേരെ നമ്മുടെ ഇല അങ്ങോട്ട് വാട്ടി പൊതിഞ്ഞ് കെട്ടി ചോറ് സെറ്റാക്കി എടുക്കാവേ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നെ കുറച്ച് പേരൊക്കെ ആണെങ്കിലും അല്ലാതൊക്കെ തിരക്കി, എന്താ വീഡിയോ ഇടാത്ത, ലോങ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, ഷോർട്സ് ഒക്കെ മാത്രമാണല്ലോ വരുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിന്. അതിന് ഒത്തിരി 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 താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. വീഡിയോ ഇങ്ങനെ ഷോർട്സ് ഒക്കെ മാത്രം ഇട്ടുകൊണ്ടൊക്കെ അങ്ങ് മുന്നോട്ട് പോകാന്നൊക്കെ വിചാരിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂട്ടുകാരും പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാരും ഒക്കെ ചോദിച്ചു, എന്താണ് വലിയ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇടാനൊന്നുമില്ല. ഞാൻ ഈ സെയിം സാധനങ്ങളൊക്കെ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുവേലേ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, പയ്യെ ഇട്ട് തുടങ്ങിക്കോ, എല്ലാവരും അങ്ങനെയൊക്കെയാണ് സക്സസ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞത് കാരണം ഞാൻ വീണ്ടും പയ്യെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുവാണ്. അപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി മുന്നോട്ടും എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്റെ കുഞ്ഞിപ്പെണ്ണ് തൂപ്പും പരിപാടികളൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അവള് രാവിലെ എഴുന്നേറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തു, പാലുകുടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ ചപ്പ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൂത്ത് വാരിയതാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി അത് മാത്രമാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ എന്റെ ചായ കൂടി അങ്ങ് നടത്തിയേക്കുവാട്ടോ. ഞങ്ങൾ ചായ എടുത്ത കൂട്ടത്തിൽ ഞാനും രാവിലെ അങ്ങ് ചായ കുടിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല. എന്നാലും ഞാൻ പയ്യെ ഇട്ട് തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഇനി ഞാൻ വലിയ വീഡിയോസ് ഒക്കെ ഇട്ടിടാവേ. അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞത് അച്ചാച്ചൻ ജോലിക്ക് പോവുകയാണ്. ഇന്ന് എന്റെ കുഞ്ഞിപ്പെണ്ണിനെ ഇനി ഞാൻ വിടണം. അത് കഴിഞ്ഞ് ഞാൻ ദാ എൻ്റെ പെങ്കൊച്ചിന് ഇനി ഒന്ന് കഴിക്കാൻ കൊടുക്കുന്ന ഒരു വലിയ ടാസ്കിലോട്ട് കിടക്കുവാണ്. ആ പാലെല്ലാം അവിടെ ഒഴിച്ചിട്ട് ഞാൻ കാണാതിരിക്കാൻ നൈസായിട്ട് ദാ കാലും കൊണ്ട് തുടച്ച് വെക്കുന്നുണ്ടോ. ഇനിയിപ്പം ഒരംഗമാണ് ദാ ഇതൊന്ന് കൊടുക്കുക. അതിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അതിഥിയെ കണ്ടോ ആ ചൂലിന്റെ ഇടയിൽ ഇരിക്കുന്നത്? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോണം, മഴയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഞാൻ എൻ്റെ പെങ്കൊച്ചിനെ അംഗനവാടി കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴായിരുന്നു കേട്ടോ അതാ ഈ കാഴ്ച കണ്ടത്. പിന്നെ അതിനെ തല്ലിക്കൊന്നു, കൊല്ലാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, പിള്ളേരുള്ളതല്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ ഇത്തിരി ചിക്കൻ കറി വെക്കുവാണ്. ചിക്കനൊക്കെ ഓൾറെഡി നമ്മുടെ പൊടികളെല്ലാം, മസാലപ്പൊടികളും കൂട്ടും എല്ലാം ഒന്ന് പുരട്ടി വെച്ചിട്ട് നേരെ നമ്മുടെ എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കുവാണ്. ഇത് ഞാൻ നേരത്തെ പുരട്ടി എല്ലാം വെച്ചിട്ട് പോയതാണ്. അപ്പൊ അതെല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതേ എണ്ണ തന്നെ കടുകൊക്കെ പൊട്ടിച്ച് ഇത്തിരി നമ്മുടെ കരിവേപ്പിലേക്ക് ഇട്ട് സവോളയും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്കിട്ട് ഈ ചിക്കൻ കറി, നമ്മുടെ നോർമൽ ചിക്കൻ കറി, ഞാൻ എന്നാ പറയാനായിട്ട് പ്രത്യേകിച്ച് എല്ലാ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നൊരു ശകല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മുടെ മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കുവാണേ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആ തക്കാളി ഒന്ന് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ അതൊന്ന് മൂടി വെച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഒന്ന് ഒന്ന് ചൂടാറിയിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് ഗ്രേവി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. ഞാനിത് ആറിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ച് ഈ പേസ്റ്റ് പരുവത്തിലാക്കി അതുപോലെ തന്നെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് എടുക്കുവാണ്.
അപ്പൊ ഇത് നല്ല സൂപ്പറാ. ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ ഏകദേശം ഒരു രൂപമാണ്. നമ്മൾ ബട്ടർ ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇത്. അപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി വെക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇനിയിപ്പോ 3 മണിയാകുമ്പോൾ എന്റെ കുഞ്ഞിപ്പെണ്ണിനെ വിളിക്കാൻ പോവുക. ഇനി അവളുമായിട്ടുള്ള ഗുസ്തി അത് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.